ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊന്ന് കണ്ടാൽ നട്ട്സും ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഒടുക്കി പറക്കി വെക്കണം കേട്ടോ. നമുക്ക് ഏത് വാർഡാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ടൈം. രാവിലെ ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും, ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും. എത്ര തന്നെ സമയമായാലും ഒന്നും കഴിക്കാവുന്നിരിക്കില്ല കേട്ടോ. എന്തുകൊണ്ടുപോയാലും എല്ലാം വാരി പറക്കി കഴിച്ച് കുറച്ച് വെള്ളം കുത്തിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറും. കാരണം നല്ല അധ്വാനമുള്ള പണിയാണ് കേട്ടോ. നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെയിറ്റും കുറയും, ആരോഗ്യം പോകും, പിന്നെ പണിയെടുക്കാനും പറ്റാണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈവനിങ്ങിനുള്ള സ്നാക്സ് റെഡിയാക്കാം. ഞാനൊരു ആപ്പിളും കുറച്ച് സ്ട്രോബെറിയും കൂടിയാണ് എടുക്കുന്നത്. എനിക്ക് ഈ വറുത്തത് പൊരിച്ചത് മധുരമുള്ള സാധനങ്ങളൊന്നും വലിയ പ്രിയമില്ല. വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്നൊരു സ്നാക്സ് കിട്ടും. അത് മധുരമുള്ളതായതുകൊണ്ട് ഡിപ്പെൻസ്, ഓരോ ദിവസം ഓരോന്നാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ബട്ട് എന്നാലും വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. ഇനി ചോറെടുക്കാം. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, മീൽ പ്രപ്പിൻ്റെ ഡേ ആയിരുന്നു. കുറച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോന്നായിട്ട് കൊണ്ടുപോകാം. എൻ്റെ മദറെല്ലാം ഉണ്ടാക്കി തന്ന ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതുള്ളത് കൊണ്ടാണ് ജീവിച്ചു പോണത്. പിന്നെ കുറച്ച് കൂൺ തോരൻ വെച്ചു, പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും തോരൻ വെച്ചു. 2 തോരനായല്ലേ. പിന്നെ കുറച്ച് പ്രോൺസും കൂടെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ഇതാണ് എൻ്റെ ലഞ്ച്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഫുഡിൻ്റെ മണമൊന്നും ഇവർക്ക് അത്രയും കൊണ്ട് പിടിക്കത്തില്ല കേട്ടോ. പിന്നെ ചോറ് കൈകൊണ്ട് വാരി കഴിക്കുന്നതും അവർക്ക് ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് നമ്മൾ സ്പൂൺ എടുത്ത് അങ്ങനെ വെള്ളം നിറച്ച് ബാഗെല്ലാം റെഡിയാക്കി വെച്ചു. യൂണിഫോമും ഏൺ ചെയ്തു. ഇനി രാവിലെ എണീക്കണം.